അപ്പോൾ നമ്മൾ ജയ്പൂർ റൂമൊക്കെ എടുത്ത് നമ്മൾ ഫ്രഷപ്പ് കഴിഞ്ഞ് ചെയ്താ. അപ്പോൾ നമ്മൾ ഒരുപാട് കിലോമീറ്ററായി, 3500-4000 കിലോമീറ്ററിൽ നമ്മൾ ഓടിയുണ്ട്. ഇനി ഒരുപാട് ഓടാനുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ വണ്ടി ചെയ്താ. വണ്ടി പെർഫെക്റ്റ്. എങ്ങനെ വണ്ടീൻ്റെ സ്ഥിതിയൊക്കെ അവനോ? അതെ, ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് നമ്മളെ മുത്ത് നമ്മളെയും കൊണ്ട് കിലോമീറ്ററോളം ഓടിയിട്ടും നമുക്കൊരു കേടുപാടും കൂടാണ്ട് ഇൻഷാള്ള ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് നമ്മൾ നാട്ടിലേക്ക് എത്തുന്നവരെ ഒരുപാടുണ്ടാവും. ഇനി നമുക്ക് ഒരുപാട് കിലോമീറ്റർ ഓടാനുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ പഠിച്ചില്ലേ, വണ്ടി നേരം വെളുത്തെടുക്കുമ്പോൾ നോർമലി ചെക്കപ്പും കാര്യങ്ങളൊക്കെ എടുക്കണം. നമ്മൾ ഡെയിലി അത് ചെയ്തിട്ടാണ് നമ്മളെല്ലാ ഭാഗങ്ങളും ക്ലിയർ ചെയ്തിട്ട് നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യല് അല്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇതാ ഇനി ഓയിലും കൂടി നോക്കാണ്ട്. എന്താ സ്ഥിതിയാനോ? ഓയിലൊക്കെ പക്കല്ലേ? ഓയിൽ പക്കയാണ്. ഇതാ നമ്മളിപ്പോൾ ഒരു അരമണിക്കൂർ കൊണ്ട് ഇവിടുന്ന് റൂം വെക്കേറ്റ് ചെയ്ത് ജയ്പൂരിലെത്തും. ജയ്പൂരിൽ പ്രധാനപ്പെട്ട എല്ലാ സ്പോട്ടുകളും കവർ ചെയ്തിട്ട് നമ്മൾ എന്താക്കുക, നാട്ടിലേക്ക് മടങ്ങാം. ഗൈസ്, അപ്പോൾ വണ്ടിയൊക്കെ ഫുൾ ചെക്ക് ചെയ്ത് വണ്ടി പെർഫെക്റ്റ് ആണ്, ഫുൾ ഓക്കെ അല്ലേ? നമ്മളിപ്പോൾ ഒരു നാസ്തയും കഴിച്ചിട്ട് ഇവിടുന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ഓൾ ഇന്ത്യ ട്രിപ്പിൻ്റെ 10-12 ദിവസമായി നമ്മൾ വീട്ടിൽ നിന്ന് വിട്ടിട്ട് യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് ഡൽഹി പിടിക്കാണ്ട്, അവിടുന്ന് ബോംബെ, പിന്നെ നാട്ടിലേക്ക്. അപ്പോൾ ഇതാ നമ്മൾ ഇന്നലെ നിർത്തിയെടുത്തൊക്കെ അത്യാവശ്യം പക്ഷികളും പണി തന്നിട്ട് അപ്പോൾ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് പോകാം. നല്ല സെക്യൂരിറ്റി ആയിട്ടുള്ള സ്ഥലത്താട്ടോ നമ്മൾ റൂം എടുത്ത്. ഹൈവേ തന്നെയാണ് റൂം, പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ബാക്ക് സൈഡിലല്ല, അടിപൊളി. വണ്ടി ഭയങ്കര സേഫാണ്, വണ്ടി സേഫാണ്, നമ്മൾ സേഫാണ് അല്ലാനോ? എല്ലാം ഓക്കെയാണ്. ഇനി വണ്ടിയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ യാത്ര തുടരും. മാക്സിമം കുറച്ച് ഒരു 7 കൂടി റൂം വെക്കേറ്റ് ചെയ്തിട്ടുണ്ടാകണോ. ഏത് ടൂറിസ്റ്റ് പ്ലേസ് പോവുകയാണെങ്കിൽ ശ്രമിക്കട്ടോ. ഇത് നോക്കിയാൽ നമ്മളൊരു 10 മണിയായി, മൊത്തം ലോക്കായി കിടക്കുക, വണ്ടി അനങ്ങുന്നില്ല. ലോക്ക് കാണുന്നില്ല നിങ്ങൾ? എല്ലാ ടൂറിസ്റ്റുകളും സ്പോട്ടായി നമ്മൾ ഹവാമോളിൻ്റെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോകണം. പിങ്ക് സിറ്റിയിലെത്തിണ്ട്. എപ്പോഴാ നോക്കിയാൽ നമ്മൾ കാണുന്നത് പിങ്ക് കളറാണ്. പിന്നെ രക്ഷയില്ല ഇവിടുത്തെ ഒരു ആംബിയൻസ്. അത് എടുത്ത് ടിക്കറ്റ് കൗണ്ടറിലെത്തിണ്ട്. ഇവിടെ ടിക്കറ്റ് കൗണ്ടറിൽ എത്ര പൈസ എന്നറിയില്ല, അപ്പോൾ ചോദിച്ചിട്ട് പറഞ്ഞത്. എല്ലാ ടൂറിസ്റ്റുകളെയും ട്രാവലേഴ്സിൻ്റെ പ്രധാനപ്പെട്ട സ്പോട്ടാണ് ജയ്പൂരിലെ പിങ്ക് സിറ്റി, ഹവാമഹൽ. അപ്പം ഇവിടെ ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് ചെയ്യുന്നത് മുതിർന്നവർക്ക് 102, കുട്ടികൾക്ക് 52 രൂപ. അപ്പോൾ നമ്മൾ വരുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞാൽ നമുക്കിവിടെ പാർക്കിങ്ങിൽ പേ പാർക്കിങ് വണ്ടി കൊണ്ട് വരുന്ന ആൾക്കാർ പേ പാർക്കിങ്ങിൽ എത്തിയിട്ടുണ്ടായിരിക്കണം. വണ്ടി സേഫാക്കിയിട്ട് ഇലക്ട്രിക് റിക്ഷ എടുത്ത് വരുന്നതായിരിക്കും നന്നായി. അപ്പോൾ ഒരു കിടിലൻ സ്പോട്ടും കൂടിയാണ്. അപ്പോൾ ഇവിടെ മാക്സിമം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ നമ്മളെവിടെ എത്തിക്കുന്നത്? ഡൽഹി എത്തി, ആഗ്രയിലാണ്. അതൊക്കെ കാണിച്ചു. ഇവിടെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരുപാട് കിളിവാതിലുകളുണ്ട്. വേണ്ട ഇതിൻ്റെ ഫുള്ള് സെക്യൂരിറ്റികൾ ഇതിൻ്റെ കൂടെ കാണാം. ഓക്കെ, ഇവിടെയുള്ള സ്പോട്ടുകളാണ്, ഒരുപാട് സ്പോട്ടുകൾ. ഫോട്ടോ എടുത്ത് മടുക്കുണ്ടോ ഈ ഹവാമോളിൽ കയറി കഴിഞ്ഞാൽ. ഈ ഹവാമോളിൻ്റെ മേലെ വരെ സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. ഏറ്റവും മേലെ വരെ പോയിട്ടുണ്ടോ ആൾക്കാരുടെ തൊട്ട് ടോപ്പിലെത്തി. നിങ്ങൾ വരുന്ന ആൾക്കാർ സമയം കണ്ടിട്ട് അവിടെ വരെ പോകാൻ ശ്രമിക്കുക. ടോപ്പിലെത്തിയിട്ടുണ്ട്. സിറ്റിയിലെ ദൃശ്യങ്ങൾ കാണാൻ കേട്ടോ. ടോപ്പിലെത്തിയപ്പോൾ കണ്ടു നോക്കിയാൽ നോക്ക്, ഷിമ്മ ലുക്ക. പിങ്ക് സിറ്റി നമ്മൾ ബ്ലൂ സിറ്റി പോയി, പക്ഷേ ഇത്ര ഒന്നും അട്രാക്ഷൻ നമുക്ക് തോന്നിയില്ല കേട്ടോ. അപ്പോൾ ഹവാമഹൽ മാക്സിമം എക്സ്പ്ലോർ ചെയ്തോളുക. ഇതിൻ്റെ തൊട്ട് മേലെ കണ്ടോ, അതായത് ഒരു മലേൻ്റെ മുകളിലാണ് വലിയൊരു ബിൽഡിംഗ് ഉണ്ടായിരിക്കുക. പിന്നെ ഇതിൻ്റെ മുകളിൽ ഹവാമഹൽ മൊത്തത്തിൽ കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാട്ടോ. ഹവാമഹലിൻ്റെ ഒക്കെ ടോപ്പ് ഏരിയയിൽ കേട്ടോ. ഇതിൻ്റെ മുന്നിലാണ് കാണുന്ന നമ്മൾ റീൽസ് കാണുന്ന നേരെ ഹോട്ടലും കാര്യങ്ങളും കേട്ടോ. ഈ വിൻഡോൻ്റെ ഉള്ളിൽ കൂടെ കേട്ടതാണ്. ഇതിൻ്റെ മുകളിൽ മൊത്തം കാണാനാട്ടോ. ഇത് നേരെ ഓപ്പോസിറ്റ് എടുക്കുന്ന ദൃശ്യങ്ങളാണ് ഹവാമഹലിൻ്റെ ഏറ്റവും പോയിന്റ്. നേരെ ഓപ്പോസിറ്റ് ഹോട്ടലുണ്ട്, അവിടെ പോയി നമ്മളുണ്ടാക്കും ഫോട്ടോസും വീഡിയോസും. പൊള്ളി സാധനം അതാ. അപ്പോൾ ഇതിൻ്റെ നേരെ മുന്നിൽ ഇനി നമ്മൾ കാണാൻ ഇതിൻ്റെ നേരെ മുന്നിൽ ഒരു ഹോട്ടലുണ്ട്. ആ ഹോട്ടൽ
ആ ഹോട്ടലിന് മുന്നിലുള്ള ദൃശ്യം കൂടി ഞാൻ കാണിച്ചു തരാം. ഹവാമോളിൻ്റെ മുകളിൽ എല്ലാവിടെയും ബിസിനസ് ആയിട്ടാണ്. ബിസിനസ് മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ 250 റുപ്യ 200 റുപ്യാണ് നമ്മളിവിടെ പിന്നെ ഈ കഫേകളിൽ ചോദിക്കുന്നത്. അതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇവിടുന്ന് അതിൻ്റെ പിന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് തന്നെ കുറഞ്ഞ് വരുന്ന പറഞ്ഞത്. ആ വീഡിയോസും ഫോട്ടോസും എടുക്കുന്ന ആൾക്കാരെന്താക്കുക, പുറമെന്ന് ചായ കുടിക്കാണ്ട് ഇതിൻ്റെ മുകളിൽ ചായ കുടിക്കുക. അപ്പോൾ എന്താകും, ഇതിൻ്റെ മുകളിൽ നിന്ന് ഫോട്ടോഗ്രാഫി എടുക്കാനും പറ്റും, അതിൻ്റെയും പിന്നെ നമുക്ക് ചായ കുടിച്ചതിൻ്റെ വൃത്തിയുണ്ടാവും. ഓക്കെ, അപ്പോൾ ഏകദേശം ഇനിയിപ്പോൾ പൈസ കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ള പൈസക്ക് എന്തെങ്കിലും കുറവുള്ള ആൾക്കാർ ഈ ഒരു സ്പോട്ടിൽ നിന്നിട്ട് 10 പൈസ ചിലവില്ലാണ്ട് ഇതാ നല്ല വൃത്തിക്ക് ഹവാമാളിൻ്റെ വീഡിയോസും ഫോട്ടോസും എടുക്കാം കേട്ടോ. ഉള്ളത് ബോംബെ പൂനെ ഹൈവേയിൽ എക്സ്പ്രസ് ഹൈവേയിലാട്ടോ. അനൂപ് നമുക്കിനി ഒരുപാട് ഓടാനല്ല അനൂപ്? 1434 കിലോമീറ്റർ. ആ നമ്മൾ ഓടക്കാരനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷൻ ഹുബ്ലിയിലാണ്. രണ്ട് മലയേറ്റുണ്ട്. ഇല്ല നാലുണ്ട്. കടൽ ഇനിയുണ്ട്. ഇപ്പൊ 2 കഴിഞ്ഞ് എവിടെയെങ്കിലും സ്ഥലം ഉണ്ടോ? ജീപ്പ് എന്നുള്ളത് നോക്കുക കാണുന്നത്. മുംബൈ പൂനെ എക്സ്പ്രസ് വേയിലാട്ടോ. അതാ ഇവിടെ കണ്ടോ ഈ റോഡ് ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞാൽ ഉണ്ടോ, ഈ കണ്ടോ പാറ വെട്ടിപ്പൊളിച്ച് തുരങ്കപാതയിൽ കൂടെ ഇത് ചെയ്ത വർക്ക് ഉണ്ടെങ്കിൽ ഫുള്ള് ഗ്രില്ലിട്ടിക്ക ഈ പാറ പിന്നെ പൊളിഞ്ഞു വരാണ്ടൊക്കാൻ വേണ്ടി. ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഓൾറെഡി ട്രിപ്പിൻ്റെ ഭാഗമായി നമ്മൾ ഇന്ത്യേൻ്റെ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റേറ്റും കവർ ചെയ്ത് നമ്മളെ സ്വന്തം നാടായ നമ്മൾ വയനാട്ടിലെത്തിയിട്ടുണ്ട്. നമ്മൾ പനവത്ത് ലാൻഡ് ചെയ്ത ഭക്ഷണം കഴിച്ച് നമ്മൾ എല്ലാവരും ഞങ്ങളുടെ വീട്ടിലേക്ക് മടങ്ങാൻ പോവാണ്. അപ്പോൾ എങ്ങനെയുണ്ടാ എക്സ്പീരിയൻസ്? അടിപൊളി. ഒന്ന് പോകണം. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? അടിപൊളി. എങ്ങനെയുണ്ടാ? മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ പങ്കുവെക്കാം പിന്നീട്. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? അടിപൊളി. ഇങ്ങനെ ഉണ്ടാവും തോന്നില്ല, പക്ഷെ അത് അടിപൊളി എന്തായാലും. ഗൈസ്, അപ്പോൾ നമ്മുടെ സ്വന്തം നാടായ വയനാട്ടിലെത്തിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങൾ കേടുപാടൊന്നും കൂടാണ്ട് നമുക്ക് ഒരുപാട് വഴിയിൽ തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് ചെക്കിങ്ങും കാര്യങ്ങൾ പ്രതിസന്ധികൾ കഴിച്ചതായി നമ്മളിതാ ഒരു ബുദ്ധിമുട്ടും കൂടാണ്ട് നമ്മുടെ വണ്ടി നമ്മുടെ ഫുൾ ടീമും നമ്മുടെ സ്വന്തം നാടായ വയനാട്ടിലെത്തി. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഓക്കെ ഗൈസ്.